ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇറിഗേഷൻ ഉണ്ടെങ്കിലെ വാട്ടർ റിക്വയർമെൻറ്റ്സ് ഓഫ് ക്രോപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ത്യയുടെ നോർത്തേൺ പാർട്ടിൽ നിന്നും സൗത്തേൺ പാർട്ടും നോക്കിക്കഴിഞ്ഞാൽ നോർത്തേൺ പാർട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂളർ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. സദേൺ പാർട്ട് എന്ന് പറയുന്നത് ഹോട്ടർ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. സോ നമ്മളൊരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുമ്പം അതിന് അനുയോജ്യമായിട്ടുള്ള സീസണിലായിരിക്കും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ മെയിൻ ക്രോപ്പ് സീസൺസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ two main crops seasons are followed in India. ഇന്ത്യയിൽ മെയിനായിട്ട് രണ്ട് ക്രോപ്പ് സീസൺസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒന്നാമത്തെ റാബി സീസൺ വിച്ച് സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് വീക്ക് ഓഫ് ഒക്ടോബർ ആൻഡ് എൻഡ്സ് ഇൻ ദ ലാസ്റ്റ് വീക്ക് ഓഫ് മാർച്ച്. അതായത് ഒക്ടോബർ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് മാർച്ചിൻ്റെ എൻഡിൽ ലാസ്റ്റ് വീക്ക് ഓഫ് മാർച്ച് ആ ഒരു പർട്ടിക്കുലർ സീസണിനാണ് നമ്മൾ റാബി സീസൺ എന്ന് പറയുന്നത്. കാരിഫ് സീസൺ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്സ് ഫ്രം ഫസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിൽ ആൻഡ് എൻഡ്സ് ഇൻ ദ ലാസ്റ്റ് വീക്ക് ഓഫ് സെപ്റ്റംബർ. നമുക്ക് പ്രിൻസിപ്പൽ ക്രോപ്സ് നോക്കാം. മെയിനായിട്ട് രണ്ട് ടൈപ്പാണ്, റാബി ക്രോപ്സ് ആൻഡ് കാരിഫ് ക്രോപ്സ്. റാബി ക്രോപ്സ് എന്ന് പറഞ്ഞാൽ വിൻ്റർ ക്രോപ്സ് ആണ്. സോ നമ്മൾ ഓട്ടം സീസണിൽ സോൺ ചെയ്തിട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നത് സ്പ്രിംഗ് സീസണിലായിരിക്കും. സോൺ ഇൻ ഓട്ടം ആൻഡ് ഹാർവെസ്റ്റഡ് ഇൻ സ്പ്രിംഗ്. സീസൺ എന്ന് പറയുന്നത് എന്താണ്? റാബി നമ്മൾ ഓൾറെഡി പറഞ്ഞു, 1 ഒക്ടോബർ ടു 31 മാർച്ച് ആയിരിക്കും. എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് വീറ്റ്, പൊട്ടറ്റോ, പീസ്, ഗ്രാം, മസ്റ്റാർഡ്, ഓട്സ്, ബാർലി, ടൊബാക്കോ, ലിൻസീഡ് എക്സെട്ര. സോ ഇതിന് നമുക്ക് ചിലപ്പോൾ ഈ സീസൺ ചോദിക്കും, ഈ സീസൺ തന്നിട്ട് അത് ഏത് ക്രോപ്സിനാണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഇതെന്ത് വിൻ്റർ ക്രോപ്സ് ആണോ മൺസൂൺ ക്രോപ്പ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് ടൈപ്പാണ്, റാബി ആണോ കാരിഫ് ആണോ എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ ഓവർസിയർ ലെവലിൽ ചോദിച്ച് കാണാറുണ്ട്. നെക്സ്റ്റ് കാരിഫ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ മൺസൂൺ ക്രോപ്സ് ആയിരിക്കും. സോ സോൺ ഇൻ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആൻഡ് ഹാർവെസ്റ്റഡ് ഇൻ ഓട്ടം. സീസൺ എന്ന് പറയുന്നത് 1 ഏപ്രിൽ ടു 13 സെപ്റ്റംബർ ആണ്. എക്സാമ്പിൾ റൈസ്, മെയ്സ്, മില്ലറ്റ്സ്, കോട്ടൺ, ജോവർ, ബജ്ര, ഗ്രൗണ്ട് നട്ട്സ് എക്സെട്ര. ഇനി നോട്ടായിട്ട് നമ്മൾ ഓർത്തിക്കേണ്ട രണ്ട് പോയിന്റ്സ് ആണ്. കാരിഫ് ക്രോപ്പ് റിക്വയർസ് 2 to 3 times more water than റാബി ക്രോപ്പ്. റാബി ക്രോപ്പിനേക്കാളും 2 to 3 times മോർ വാട്ടർ കാരിഫ് ക്രോപ്സിന് ആവശ്യമാണ്. വാട്ടർ കൂടുതൽ വേണ്ടത് കാരിഫ് ക്രോപ്സിനാണ് കമ്പയർഡ് ടു റാബി ക്രോപ്പ്. പക്ഷേ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ കാരിഫ് ക്രോപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു ഹാഫ് റാബി ക്രോപ്പ് ഏരിയ ആണ്. അതായത് റാബി ക്രോപ്പ് ഏരിയയുടെ പകുതി മതി കാരിഫ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് സെയ്ദ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ സമ്മർ ക്രോപ്സ് ആണ്. ഇൻ്റർവെൽ ബിറ്റ്വീൻ റാബി ആൻഡ് കാരിഫിൻ്റെ റാബിയുടെ ഇടയിലുള്ള ടൈമിലാണ് നമ്മൾ സെയ്ദ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് മാർച്ച് ടു ജൂൺ. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് വാട്ടർമെലൺ, കുക്കുംബർ, പംകിൻ. സോ ഇതിൽ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് ഇത് എന്ത് ടൈപ്പ് ക്രോപ്സ് ആണെന്ന് ചോദിക്കും. ഓപ്ഷനിൽ സെയ്ദ്, കാരിഫ് എല്ലാം കൊടുക്കും. നമ്മൾ സെയ്ദ് ക്രോപ്സിൻ്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. സോ എല്ലാത്തിൻ്റെ എക്സാമ്പിൾസ് തമ്മിൽ മാറിപ്പോയത് എല്ലാം കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. നെക്സ്റ്റ് പെരിനിയൽ ക്രോപ്സ്. ടേക്ക് 1 full year ഫോർ മെച്യൂരിറ്റി. ഒരു വർഷം ഫുൾ എടുത്തായിരിക്കും ആ ക്രോപ്പ് ഗ്രോ ചെയ്യുന്നത്. അങ്ങനെയുള്ള ടൈപ്പിലാണ് പെരിനിയൽ ക്രോപ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഷുഗർ കെയിൻ. ഇത് ചോദിക്കാറുള്ളതാണ് എപ്പോഴും, ഷുഗർ കെയിൻ്റെ ഏത് ടൈപ്പ് ഓഫ് ക്രോപ്സ് ആണെന്നൊക്കെ ഉള്ളത്. നൗ ഡ്രൈ ക്രോപ്സ് ഗ്രോൺ വിത്തൗട്ട് ഇറിഗേഷൻ വാട്ടർ. ഇറിഗേഷൻ വാട്ടറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വളർത്താൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് ക്രോപ്സിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ക്രോപ്സിനാണ് നമ്മൾ ഡ്രൈ ക്രോപ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വീറ്റ്, ഓട്സ്, ബാർലി. നെക്സ്റ്റ് വെറ്റ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ക്രോപ്സ് കനോട്ട് ബി ഗ്രോൺ വിത്തൗട്ട് ഇറിഗേഷൻ വാട്ടർ. നമുക്ക് ഇറിഗേഷൻ വാട്ടർ അതിന് ആവശ്യമാണ്, അതില്ലാതെ അതിന് വളരാൻ സാധിക്കില്ല. അല്ലെ നമുക്ക് അങ്ങനെയുള്ള ക്രോപ്സിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഇറിഗേഷൻ വാട്ടർ എന്ന് പറയുന്നത് അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെയുള്ളതാണ് വെറ്റ് ക്രോപ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ റൈസ്, മെയ്സ് എക്സെട്ര. സോ ഡ്രൈ ക്രോപ്സും വെറ്റ് ക്രോപ്സും തമ്മിൽ മാറിപ്പോകരുത്. നെക്സ്റ്റ് ക്രോപ്പ് റേഷ്യോ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ ഏരിയാസ് അണ്ടർ ദ ക്രോപ്സ് ഓഫ് 2 മെയിൻ സീസൺ. രണ്ട് മെയിൻ സീസണിൻ്റെ ഏരിയയുടെ റേഷ്യോ ആണ് ക്രോപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. Crop ratio equal to area irrigated in Rabi season divided by area irrigated in Kharif season. So, Rabi seasonലുള്ള ഏരിയ ബൈ Kharif seasonൻ്റെ ഏരിയ, ഇറിഗേറ്റ് ചെയ്ത ഏരിയ, അതാണ് ക്രോപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. അതിൻ്റെ റേഞ്ച് 2:1 ആണ്. നെക്സ്റ്റ് മിക്സഡ് ക്രോപ്പിംഗ്. ഗ്രോയിങ് മോർ ദാൻ 1 crop simultaneously on the same land. ഒരേ ലാൻഡിൽ തന്നെ ഒന്നിൽ കൂടുതൽ നമ്മൾ ക്രോപ്സ് ഗ്രോ ചെയ്യുന്നതിനാണ് മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വീറ്റ് ആൻഡ് മസ്റ്റാർഡ്. നെക്സ്റ്റ് ക്രോപ്പ് റൊട്ടേഷൻ. ഗ്രോയിങ് ഡിഫറെൻറ്റ് ക്രോപ്സ് ഈച്ച് ഡ്യൂറിങ് എ പർട്ടിക്കുലർ സീസൺ. സോ നമ്മൾ ഡിഫറെൻറ്റ് ക്രോപ്സ് ഓരോ സീസൺ അനുസരിച്ച് ഗ്രോ ചെയ്യുന്നതിനാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്.
Example, rice and tapioca. Next, crop period. The time period in number of days between instant of sowing to instant of harvesting. അതായത് നമ്മൾ സോവിങ് ചെയ്യുന്ന ടൈം മുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈം, അത്രയും അതിനിടയിലുള്ള നമ്പർ ഓഫ് ഡേയ്സിനെയാണ് അല്ലെങ്കിൽ ആ ടൈം പീരീഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓർ ദ ടൈം പീരീഡ് ഫോർ വിച്ച് ക്രോപ്പ് ഈസ് ഇൻ ദ ഫീൽഡ്. ക്രോപ്പ് ഫീൽഡിലുള്ള ആ ടൈം പീരീഡിനാണ് നമ്മൾ ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബേസ് പീരീഡ് ബി. The time period between first watering at the time of sowing to last watering before harvesting. നമ്മൾ സോയിങ് ടൈമിൽ ഗ്രൗണ്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് വാട്ടർ ചെയ്യും. സോ ആ ഫസ്റ്റ് വാട്ടറിങ് മുതൽ ഹാർവെസ്റ്റ് ചെയ്തതിന് തൊട്ട് മുൻപുള്ള ലാസ്റ്റ് വാട്ടറിങ് വരെയുള്ള ടൈം പീരീഡാണ് ബേസ് പീരീഡ് എന്ന് പറയുന്നത്. യൂണിറ്റ് ഡേയ്സ് ആയിരിക്കും, രണ്ടിൻ്റെ യൂണിറ്റ് ഡേയ്സ് ആയിരിക്കും. സോ ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ബേസ് പീരീഡ് ആയിരിക്കും. ബേസ് പീരീഡ് ഫോർ ഡിഫറെൻറ്റ് ക്രോപ്സ്. So rice and wheat 120 days, sugarcane 360 days, cotton 220 days. So നമ്മൾ ഈ എല്ലാത്തിൻ്റെയും ബേസ് പീരീഡിൻ്റെ വാല്യൂ പഠിച്ചു വെക്കണം. PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതെല്ലാം സിമ്പിളായിട്ടുള്ള പോർഷൻസ് ആണ്, പക്ഷേ ഓവർസിയർ ലെവലിന് PSC എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പോയിന്റ്സിൽ നിന്നും PSC ചോദിക്കാറുള്ളത്. നെക്സ്റ്റ്, ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ. So duty, it is the area of the land in hectares that can be irrigated if 1 cubic of water is supplied. നമ്മൾ ഒരു ക്യൂബിക് ഓഫ് വാട്ടർ സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ഏരിയ ഓഫ് ലാൻഡാണ് നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇൻ ഹെക്ടേഴ്സ്, അതിനെയാണ് നമ്മൾ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓർ നമുക്ക് പറയാം ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്ന് ചോദിച്ചാലും ഡ്യൂട്ടി തന്നെയാണ് വരുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്താണ്, ഹെക്ടേഴ്സ് പെർ ക്യൂബിക്. നോട്ടായിട്ട് പറയുകയാണെങ്കിൽ റാബി ക്രോപ്സ് ഹാവ് മോർ ഡ്യൂട്ടി. അത് റാബി ക്രോപ്സിന് കൂടുതൽ ഡ്യൂട്ടി കൂടുതലുണ്ടായിരിക്കും റാബി ക്രോപ്സിന്. ദെൻ ഡ്രിപ്പ് ഇറിഗേഷൻ ആൻഡ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഈസ് ഫൗണ്ട് ടു ഹാവ് ദ മാക്സിമം ഡ്യൂട്ടി എമംഗ് ഓൾ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ. നമ്മൾ ഓൾറെഡി മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനും സ്പ്രിംഗ്ലർ ഇറിഗേഷനും എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. സോ നമ്മൾ ഈ രണ്ട് ഇറിഗേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ രണ്ട് ഇറിഗേഷനും മെത്തേഡ്സിനും ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അതുപോലെ നമ്മൾ സർഫസ് മെത്തേഡാണ് കൺസിഡർ ചെയ്തതെങ്കിൽ എമംഗ് ദ സർഫസ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ ഫ്യൂറോ മെത്തേഡ് ഹാവ് മോർ ഡ്യൂട്ടി. ഫ്യൂറോ മെത്തേഡിനായിരിക്കും ഡ്യൂട്ടി കൂടുതലുള്ളത്. സോ ഡ്യൂട്ടി കൂടുതലുള്ള ഏതിനാണെന്നുള്ളത് പോയിന്റ്സ് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. റാബി ക്രോപ്സിന് ഹൈ ആണ്, ഡ്രിപ്പ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ മെത്തേഡിനും ഹൈ ആണ്. അതുപോലെ സർഫസ് മെത്തേഡിൽ ഫ്യൂറോ മെത്തേഡും ഡ്യൂട്ടി ഹൈ ആയിരിക്കും. നെക്സ്റ്റ്, ഡ്യൂട്ടി ഓഫ് ക്രോപ്സ്. ഡ്യൂട്ടി ഓരോ ക്രോപ്സിൻ്റെ വാല്യൂ ആണ്. റൈസ് എന്ന് പറയുമ്പോൾ ഡ്യൂട്ടി 900 ഹെക്ടേഴ്സ് പെർ ക്യൂബിക് ആണ്, വീറ്റ് 1800 ഹെക്ടേഴ്സ് പെർ ക്യൂബിക്, കോട്ടൺ 600 ഹെക്ടേഴ്സ് പെർ ക്യൂബിക്, ഷുഗർ കെയിൻ 800 ഹെക്ടേഴ്സ് പെർ ക്യൂബിക്. സോ നമുക്ക് ഈ ടോപ്പിക്കിൽ ഇങ്ങനെ കുറേ വാല്യൂസ് ഉണ്ട്. ബേസ് പീരീഡ് ഫോർ ക്രോപ്സ്, ഡ്യൂട്ടി, ഡെൽറ്റ ഫോർ ക്രോപ്സ്, ഇങ്ങനെ ആ വാല്യൂസ് എല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. പോർഷൻ സിമ്പിളാണ്, പക്ഷെ നമ്മൾ ഈ വാല്യൂസ് ഒക്കെ ഓർത്ത് വെക്കണം. കാര്യം അത് PSC എപ്പോഴും ചോദിക്കും. നമുക്ക് അന്നേരം കൺഫ്യൂഷൻ ആവരുത്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്യൂട്ടി ഓഫ് വാട്ടർ. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻഫോൾ. ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഈസ് മോർ ഡ്യൂറിങ് ദ ബേസ് പീരീഡ് ഓഫ് എ ക്രോപ്പ്, സോ ദ വാട്ടർ റിക്വയർഡ് ഈസ് ലെസ് ആൻഡ് ഡ്യൂട്ടി ഈസ് ഹൈ. സോ ഇവിടെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം വെച്ചാൽ വാട്ടറിൻ്റെ റിക്വയർമെൻറ്റ് ലെസ് ആണെങ്കിൽ ഡ്യൂട്ടി ഹൈ ആയിരിക്കും. വാട്ടറിൻ്റെ റിക്വയർമെൻറ്റ് ഹൈ ആണ്, ഡ്യൂട്ടി എന്തായിരിക്കും, ലോ ആയിരിക്കും. സോ ഈ ഒരു കേസിൽ റെയിൻഫോൾ എന്ന് പറയുന്നത് ബേസ് പീരീഡ് ഓഫ് ദ ക്രോപ്പിൻ്റെ ബേസ് പീരീഡിൻ്റെ സമയത്ത് എമൗണ്ട് ഓഫ് റെയിൻഫോൾ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് വാട്ടറിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ ഡ്യൂട്ടി ഹൈ ആയിരിക്കും. അത്രയാണ് നമ്മൾ റെയിൻഫോളിൻ്റെ കേസിൽ ഓർത്തിരിക്കേണ്ടത്. Next, evaporation. Evaporation. If temperature prevailing in area is high, losses due to evaporation are more and water required is high. So duty will be low. So ഇവിടെ ടെമ്പറേച്ചർ കൂടുതലുള്ള ഏരിയയിലാണെങ്കിൽ അവിടെ ഇവാപ്പറേഷൻ ലോസസ് ഒക്കെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടറിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. നമ്മൾ കൂടുതൽ വാട്ടർ സപ്ലൈ ചെയ്യണം. സോ എന്തായിരിക്കും, വാട്ടർ റിക്വയർമെൻറ്റ് ഹൈ ആണ്, സ്വാഭാവികമായിട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് ലോ ആയിരിക്കും. നെക്സ്റ്റ്, ബേസ് പീരീഡ് ഓഫ് എ ക്രോപ്പ്.
If base period is small, then quantity of water required is less and so duty will be high. So നമ്മുടെ ബേസ് പീരീഡ് എന്ന് പറയുന്നത് സ്മോൾ ആണെങ്കിൽ നമുക്ക് വാട്ടറിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. കാര്യം നമ്പർ ഓഫ് ഡേയ്സ് അവിടെ ലെസ് അല്ലേ, അപ്പം വാട്ടറിൻ്റെ യൂസേജ് ലെസ് ആയിരിക്കും. നമ്പർ ഓഫ് ഡേയ്സ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ വാട്ടറും നമുക്ക് യൂസേജ് കൂടും. സോ ഇവിടെ ബേസ് പീരീഡ് സ്മോൾ ആകുമ്പോൾ വാട്ടറിൻ്റെ യൂസേജ് അല്ലെ വാട്ടർ റിക്വയർമെൻറ്റ് ഈസ് ലെസ്. സോ സ്വാഭാവികമായിട്ട് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, ഹൈ ആയിരിക്കും. The topography of land. If the field to be irrigated is not leveled, low portion receives more water and higher level less water. This uneven distribution necessitates more use of water and so duty will be low. സോ നമ്മുടെ ലാൻഡ് എന്ന് പറയുന്നത് ലെവൽ അല്ല എന്നുണ്ടെങ്കിൽ ചിലയിടത്ത് വാട്ടർ കൂടുതലായിരിക്കും, ചിലയിടത്ത് വാട്ടർ റിസീവ് ചെയ്യുന്നത് കുറവായിരിക്കും. സോ അങ്ങനെയുള്ള കേസിൽ മൊത്തത്തിൽ നമുക്ക് വാട്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ വാട്ടറിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ഹൈ ആയിട്ട് വരും, മോർ യൂസ് ഓഫ് വാട്ടർ വേണ്ടി വരും. സോ അങ്ങനെയുള്ള കേസിൽ വാട്ടർ യൂസേജ് ഹൈ ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഡ്യൂട്ടി എന്ന് പറയുന്നത് ലോ ആയിരിക്കും. സോ നമ്മൾ അത് ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നത് വാട്ടറിൻ്റെ യൂസേജ് കൂടുതലാണോ കുറവാണോ എന്ന് കണ്ടുപിടിക്കുക. അതനുസരിച്ചിട്ട് നമുക്ക് ഡ്യൂട്ടി കുറവാണോ കൂടുതലാണോ എന്ന് മനസ്സിലാക്കി വെക്കുക. വാട്ടർ കൂടിയ ഡ്യൂട്ടി കുറയും. നെക്സ്റ്റ് ഡെൽറ്റ. It is the total depth of water required by a crop during the entire crop period. So entire crop period ഒരു ക്രോപ്പിന് ആവശ്യമായിട്ടുള്ള ടോട്ടൽ വാട്ടറിൻ്റെ ഡെപ്ത് ആണ് എന്തെന്ന് പറയുന്നത്, ഡെൽറ്റ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ. സോ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഡെപ്ത് അല്ലേ. സോ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഡെൽറ്റയ്ക്കും ഈ പറഞ്ഞ പോലെ വാല്യൂസ് ഉണ്ട്, ഡ്യൂട്ടിയുടെ പോലെ തന്നെ. ഡെൽറ്റ ഓഫ് ക്രോപ്സ്, റൈസ് ആണെങ്കിൽ 120 സെൻറ്റിമീറ്റർ, വീറ്റ് 40 സെൻറ്റിമീറ്റർ, ഷുഗർ കെയിൻ 120 സെൻറ്റിമീറ്റർ, കോട്ടൺ 50 സെൻറ്റിമീറ്റർ ആൻഡ് ടുബാക്കോ 75 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ടോപ്പിക്, റിലേഷൻ ബിറ്റ്വീൻ ഡ്യൂട്ടി, ഡെൽറ്റ ആൻഡ് ബേസ് പീരീഡ്. നമ്മൾ പഠിക്കുന്ന ഇക്വേഷനാണ് ഡ്യൂട്ടിയും ഡെൽറ്റയും ബേസ് പീരീഡും തമ്മിലുള്ള റിലേഷൻ. നമ്മൾ ഓൾറെഡി ബിടെക്കിനൊക്കെ പഠിക്കും. ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ ഇൻ മീറ്റർ ആണെങ്കിൽ ഈക്വൽ ടു 8.64 B/D ആണ്. ഡെൽറ്റ ഇൻ സെൻറ്റിമീറ്റർ ആണെങ്കിൽ 864 B/D ആയിരിക്കും. ഇനി ഡി എന്ന് പറയുന്നത് എന്താണ്, ഡ്യൂട്ടി ഓഫ് ദ വാട്ടർ ഇൻ ഹെക്ടർ പെർ ക്യൂമാ. ബി എന്ന് പറയുന്നത് ബേസ് പീരീഡ് ഇൻ നമ്പർ ഓഫ് ടൈംസും. ഡെൽറ്റ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് വാട്ടറുമാണ്. നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഡെൽറ്റ ഓഫ് ദ ക്രോപ്പ് ഇഫ് ദ ഡ്യൂട്ടി ഫോർ എ ബേസ് പീരീഡ് ഓഫ് 110 days ഈസ് 1400 hectares per cubic. സോ നമുക്ക് എന്താണ് ഡ്യൂട്ടി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, 1400 hectares per cubic ആണ്. ബേസ് പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ 110 days തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഡെൽറ്റയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ ഡെൽറ്റയുടെ ഇക്വേഷൻ എന്താണ്, 8.64 B/D ആണ്. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് വാല്യൂസ് കിട്ടും. ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ടത് പാലിയോ ഇറിഗേഷൻ, ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോവിങ് ദ ക്രോപ്സ് ഫോർ ലാൻഡ് പ്രിപ്പറേഷൻ. സോ നമ്മൾ സോവിങ്ങിന് മുന്നേ ഗ്രൗണ്ട് പ്രിപ്പറേഷൻ ഉണ്ട്, അതിനുവേണ്ടി നമ്മൾ വാട്ടർ ഗ്രൗണ്ടിൽ സപ്ലൈ ചെയ്യും. സോ അതിനെയാണ് നമ്മൾ പാലിയോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോവിങ് ദ ക്രോപ്സ് ഫോർ ലാൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന പാലിയോ ഇറിഗേഷനാണ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് അല്ല ടേംസ് ആണ് നോക്കാനുള്ളത്. PSCക്ക് എപ്പോഴും നമുക്കിങ്ങനെ ചോദിക്കുന്ന കുറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. ഫസ്റ്റ് വൺ, കോർ വാട്ടറിങ്. ഫസ്റ്റ് വാട്ടറിങ് ഗിവൺ ടു എ ക്രോപ്പ് വെൻ ഇറ്റ് ഈസ് എ ഫ്യൂ സെൻറ്റിമീറ്റർ ഹൈ. ഒരു ക്രോപ്പ് ഒരു ഫ്യൂ സെൻറ്റിമീറ്റർ വളർന്നു കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് വാട്ടറിങ് ആണ്, ആ ക്രോപ്പിന് കൊടുക്കുന്ന ഫസ്റ്റ് വാട്ടറിങ്ങിനെയാണ് നമ്മൾ കോർ വാട്ടറിങ് എന്ന് പറയുന്നത്. സോ ഒരു ഫ്യൂ സെൻറ്റിമീറ്റർ ആകുമ്പോൾ ക്രോപ്പിന് നല്ല ഒരുപാട് വാട്ടർ ആവശ്യമാണ്. പിന്നീട് അത് വളരുന്നതനുസരിച്ച് വാട്ടറിൻ്റെ യൂസേജ് നമുക്ക് കുറഞ്ഞാണ് വരുന്നത്. സോ ഫസ്റ്റ് വാട്ടറിങ്ങിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കോർ വാട്ടറിങ് എന്ന് പറയുന്നത്, ഒരു ഫ്യൂ സെൻറ്റിമീറ്റർ വളർന്നതിന് ശേഷം. നെക്സ്റ്റ്, കോർ പീരീഡ്, ദ പീരീഡ് ഡ്യൂറിങ് വിച്ച് കോർ വാട്ടറിങ് ഈസ് ഡൺ. കോർ വാട്ടറിങ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അതിനാണ് കോർ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോർ ഡെപ്ത് എന്തായിരിക്കും, ഡെപ്ത് ഓഫ് ദ വാട്ടർ പ്രൊവൈഡഡ് ഡ്യൂറിങ് കോർ വാട്ടറിങ്. കോർ വാട്ടറിങ്ങിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കൊടുക്കുന്ന വാട്ടറിൻ്റെ ഡെപ്ത് ഓഫ് വാട്ടറാണ് കോർ ഡെപ്ത് എന്ന് പറയുന്നത്. Next, gross commanded area. So the total area that can be irrigated by a canal system or dam or irrigation project. ഒരു ഡാം അല്ലെ കനാൽ സിസ്റ്റം അല്ലെ ഇറിഗേഷൻ പ്രോജക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ ഏരിയനെയാണ് ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് പറയുന്നത്. സോ അതിനെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് അയാക്കട്ട്. അത് എപ്പോഴും ചോദിക്കാറുണ്ട്. So it includes cultivable lands and uncultivated areas like road, villages, ponds, areas, etc. So ഈ ഒരു
ഏരിയ ഗ്രോസ് കമാൻഡഡ് ഏരിയയിൽ കൾട്ടിവബിൾ ലാൻഡ്സും കാണും, അതുപോലെ അൺകൾട്ടിവേറ്റഡ് ഏരിയാസ് ഇൻക്ലൂഡഡ് ആണ്. റോഡ്, വില്ലേജ്, പോണ്ട് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ അങ്ങനെ നമ്മൾ പറയുന്ന ടോട്ടൽ ഏരിയനെ പറയുന്നതാണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ, GCA. നെക്സ്റ്റ് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ, CCA. ഏരിയ വെയറിൻ ദ ക്രോപ്സ് ക്യാൻ ബി ഗ്രോൺ സാറ്റിസ്ഫാക്ടറി. ഈ പറഞ്ഞ ഗ്രോസ് കമാൻഡഡ് ഏരിയയിൽ നമുക്ക് ക്രോപ്പിനെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഏരിയനെയാണ് നമ്മൾ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? CCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് കമാൻഡഡ് ഏരിയയിൽ നിന്ന് അൺകൾട്ടിവേറ്റഡ് ഏരിയ മൈനസ് ചെയ്യുന്നതായിരിക്കും. സോ CCA ഈക്വൽ ടു GCA മൈനസ് അൺകൾട്ടിവേറ്റഡ് ഏരിയ. ഇനി നമുക്ക് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ തന്നെ 2 ടൈപ്സ് ഉണ്ട്. അതായത് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയയും കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയയും. എന്താണ് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ? ദ പോർഷൻ ഓഫ് CCA വിച്ച് ഈസ് ആക്ച്വലി കൾട്ടിവേറ്റഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ സീസൺ. അതായത് നമ്മൾ പറഞ്ഞ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയയിൽ തന്നെ നമ്മൾ കുറച്ച് ഏരിയ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഒരു പർട്ടിക്കുലർ സീസണിൽ. അങ്ങനെയുള്ള ഏരിയയാണ് നമ്മൾ കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ കുറച്ച് പോർഷൻ വേണേൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ആ CCAയിൽ ഉള്ള ഫുൾ ഏരിയ നമ്മൾ ചിലപ്പോൾ കൾട്ടിവേറ്റ് ചെയ്യില്ല, നമുക്ക് കുറച്ച് ഏരിയ മതിയായിരിക്കും ഒരു പർട്ടിക്കുലർ സീസണിൽ. സോ അങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാത്ത ഏരിയനെ ദ പോർഷൻ ഓഫ് CCA വിച്ച് ഈസ് ലെഫ്റ്റ് അൺകൾട്ടിവേറ്റഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ സീസണിനെയാണ് നമ്മൾ കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഓരോ ഇറിഗേഷൻ പ്രോജക്ട്സിന് വേണ്ട കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ നോക്കാം. സോ ഫസ്റ്റ് മേജർ ഇറിഗേഷൻ പ്രോജക്ട്സ്. So culturable commanded area should be greater than 10,000 hectares. For medium irrigation projects, it is equal to 2,000 to 10,000 hectares. And for minor irrigation project, culturable commanded area should be less than 2,000 hectares. Next, intensity of irrigation. So the percentage of culturable commanded area proposed to be irrigated during a particular season. So നമ്മൾ CCAയുടെ എത്ര പെർസെൻറ്റേജ് ആണ് ഇറിഗേറ്റ് ചെയ്യാൻ പ്രപ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇറിഗേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. സോ ഇറ്റ് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ വിച്ച് ഈസ് ടു ബി ഇറിഗേറ്റഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ സീസൺ. സോ നമുക്ക് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷന് ഇങ്ങനെ എഴുതാം. ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ഈക്വൽ ടു ഏരിയ ടു ബി ഇറിഗേറ്റഡ് ബൈ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ ഇൻറ്റു 100%. നെക്സ്റ്റ് വരുന്നതാണ് ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ. ദ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് വാട്ടറിങ്. 2 വാട്ടറിങ്ങിനിടയിലുള്ള ടൈം ഇൻ്റർവലിനാണ് നമ്മൾ ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അടുത്തടുത്തല്ലേ കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന വാട്ടറിങ്ങിനിടയിലുള്ള ടൈം ഇൻ്റർവൽ. നെക്സ്റ്റ് ഔട്ട്ലെറ്റ് ഫാക്ടർ. ദ ഡ്യൂട്ടി ഓഫ് വാട്ടർ അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് ദ കനാൽ. അതായത് കനാലിൻ്റെ ഔട്ട്ലെറ്റിൽ വരുന്ന വാട്ടറിൻ്റെ ഡ്യൂട്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത് ഔട്ട്ലെറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ ദ ഡ്യൂട്ടി ഓഫ് ദ വാട്ടർ അറ്റ് ദ ഔട്ട്ലെറ്റ്. Now time factor. So it is a ratio of number of days canal has actually run to the number of days the canal was supposed to run for a particular period of watering as per design. So നമ്മൾ കനാൽ ആക്ച്വലി റൺ ചെയ്ത നമ്പർ ഓഫ് ഡേയ്സും അതുപോലെ തന്നെ കനാൽ റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്തല്ലേ സപ്പോസ് ചെയ്ത നമ്പർ ഓഫ് ഡേയ്സും തമ്മിലുള്ള റേഷ്യോ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കനാൽ ആക്ച്വലി ഒരു 20 ഡേയ്സ് റൺ ചെയ്തു, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് 25 ഡേയ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം 20/25 ആയിരിക്കും നമ്മുടെ ടൈം ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഡേയ്സ് കനാൽ ഹാസ് ആക്ച്വലി റൺ ടു നമ്പർ ഓഫ് ഡേയ്സ് കനാൽ വാസ് സപ്പോസ് ടു റൺ. Next, capacity factor. It is a ratio of an average discharge of a canal at any point to the full supply discharge at the same point. So capacity factor എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആവറേജ് ഡിസ്ചാർജ് കനാലിൻ്റെ ആവറേജ് ഡിസ്ചാർജും ഫുൾ സപ്ലൈ ഡിസ്ചാർജും തമ്മിലുള്ള റേഷ്യോ ആണ്. നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് ആവറേജ് ഡിസ്ചാർജ് ഓഫ് കനാൽ ഡിവൈഡഡ് ബൈ ഫുൾ സപ്ലൈ ഡിസ്ചാർജ് ഓഫ് ദ കനാൽ ആയിരിക്കും. സോ നെക്സ്റ്റ് ഇറിഗേഷൻ എഫിഷ്യൻസീസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വാട്ടർ കൺവേയൻസ് എഫിഷ്യൻസി നീറ്റ സി. Theta C is equal to water delivered to the farm by water supplied from the river into 100%. അതായത് നമ്മൾ അറിയുന്ന സപ്ലൈ ചെയ്ത എമൗണ്ട് ഓഫ് വാട്ടറിൽ എത്രത്തോളം വാട്ടറാണ് ഫാമിൽ ഡെലിവേർഡ് ആയതെന്ന്. ഫുള്ളി ഫാമിൽ ഡെലിവേർഡ് ഒന്നും ആകത്തില്ല, കുറേ ലോസസ് ഒക്കെ സംഭവിച്ച് നമുക്കത് നഷ്ടമാവും. സോ അതാണ് വാട്ടർ കൺവേയൻസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ നീറ്റ സി എന്ന് പറഞ്ഞാൽ വാട്ടർ ഡെലിവേർഡ് ടു ദ ഫാം ബൈ വാട്ടർ സപ്ലൈഡ് ഫ്രം ദ റിവർ ഇൻറ്റു 100% ആണ്. നെക്സ്റ്റ് എഫിഷ്യൻസിയാണ് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി നീറ്റ എ. നീറ്റ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സ്റ്റോർഡ് ഇൻ ദ റൂട്ട് സോൺ ബൈ വാട്ടർ ഡെലിവേർഡ് ടു ദ ഫാം ഇൻറ്റു 100%. സോ നമുക്ക്
ഫാമിൽ വാട്ടർ ഡെലിവേർഡ് ആയി. സോ ആ വാട്ടറിൽ എത്രത്തോളം വാട്ടറാണ് നമ്മുടെ റൂട്ട് സോണിൽ സ്റ്റോർ ആയത്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വാട്ടർ സ്റ്റോർഡ് ഇൻ ദ റൂട്ട് സോൺ ബൈ വാട്ടർ ഡെലിവേർഡ് ടു ദ ഫാം ഇൻറ്റു 100%. Next ആണ് വാട്ടർ സ്റ്റോറേജ് എഫിഷ്യൻസി നീറ്റ എസ്. So it is a water stored in the root zone by water actually needed in the root zone into 100%. So റൂട്ട് സോണിൽ എത്ര വാട്ടർ സ്റ്റോർ ചെയ്തു, അതുപോലെ തന്നെ റൂട്ട് സോണിൽ എത്ര വാട്ടറാണ് നമുക്ക് ആവശ്യം, അവ തമ്മിലുള്ള റേഷ്യോ ആണ് എന്ന് പറയുന്നത് വാട്ടർ സ്റ്റോറേജ് എഫിഷ്യൻസി. സോ വാട്ടർ സ്റ്റോർഡ് ഇൻ റൂട്ട് സോൺ ബൈ വാട്ടർ ആക്ച്വലി നീഡഡ് ഇൻ ദ റൂട്ട് സോൺ ഇൻറ്റു 100%. Next, conceptive use efficiency neta CU is the water used conceptively by water depleted from root zone into 100%. വാട്ടർ എത്രത്തോളം വാട്ടറാണ് റൂട്ട് യൂസ് ചെയ്തത്, കൺസ്യൂം ചെയ്തത്, അതുപോലെ തന്നെ വാട്ടർ ഡിപ്ലീറ്റഡ് ഫ്രം ദ റൂട്ട് സോൺ, എത്രത്തോളം വാട്ടറാണ് റൂട്ട് സോണിൽ നമുക്ക് ലോസ് ആയതല്ല ഒഴുകിപ്പോയത്, അവ തമ്മിലുള്ള റേഷ്യോ ആണ് വാട്ടർ സ്റ്റോറേജ് വാട്ടർ കൺസെപ്റ്റീവ് യൂസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. വാട്ടർ യൂസ്ഡ് കൺസെപ്റ്റീവ്ലി ബൈ വാട്ടർ ഡിപ്ലീറ്റഡ് ഫ്രം റൂട്ട് സോൺ ഇൻറ്റു 100%. നെക്സ്റ്റ് വാട്ടർ യൂസ് എഫിഷ്യൻസി നീറ്റ യൂസ് എന്ന് പറയുന്നത് വാട്ടർ യൂസ്ഡ് ബെനിഫിഷ്യലി ഓർ കൺസെപ്റ്റീവ്ലി ബൈ വാട്ടർ ഡെലിവേർഡ് ടു ദ ഫാം ഇൻറ്റു 100. സോ ഇവിടെ വാട്ടർ നമുക്ക് ഫാമിൽ എത്ര വാട്ടറാണോ ഡെലിവേർഡ് ആയത് അതിൽ എത്രത്തോളം വാട്ടറാണ് റൂട്ട് ബെനിഫിഷ്യലായിട്ട് നമ്മുടെ ക്രോപ്പിൻ്റെ റൂട്ട് ബെനിഫിഷ്യലായിട്ട് യൂസ് ചെയ്തത്, അതാണ് നമ്മൾ വാട്ടർ യൂസ് എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതാണ് നീറ്റ യൂസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഫിഷ്യൻസീസ്. നെക്സ്റ്റ് നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. In an area, the paddy crop is transplanted in 15 days and the total depth of water required on the field is 500 mm. During this period, if there is a useful rainfall of 50 mm in the same area, what should be the duty of the water supplied at the head of the canal? So, നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് ബേസ് പീരീഡ് തന്നിട്ടുണ്ട്, 15 ഡേയ്സിനുള്ളിലാണ് ഇത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ ഡെപ്ത് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഡെൽറ്റ എന്ന് പറയുന്നത് 500 mm എന്നും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഒരു 50 mm റെയിൻഫോൾ അവിടെ ഉണ്ടായെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടി എന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. സോ നോർമലി നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 500 mm ആണ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു 50 mm റെയിൻഫോൾ ഉണ്ടായത് കാരണം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡെൽറ്റയിൽ നിന്ന് ഈ 50 mm കുറയ്ക്കണം. കാര്യം ക്രോപ്പ് ഓൾറെഡി ഈ റെയിൻഫോളിൽ നിന്ന് ലഭിക്കുന്ന വാട്ടർ അത് യൂസ് ചെയ്തുകൊണ്ട് ക്രോപ്പിൻ്റെ റൂട്ട് യൂസ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഡെൽറ്റയുടെ കറക്റ്റ് വാല്യൂ, ഇനി നമുക്ക് എത്ര വേണം ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്, ഈ റെയിൻഫോളിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ ഉള്ള അത്ര വാല്യൂ മതി. സോ നമ്മൾ എന്ത് ചെയ്യും, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 500 - 50 = 450 mm എന്ന് എടുക്കും. ഇനി നമുക്ക് ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ആൻസർ 28.78 hectare/cubic എന്ന് കിട്ടും. സോ അതുപോലെ ഇവിടെ MM-ൻ്റെ യൂണിറ്റും ജസ്റ്റ് മാറ്റണേ, 0.45 ആക്കി നമ്മൾ മീറ്ററിൽ കൊടുക്കണം. സോ അത് എപ്പോഴും ഓർത്തിരിക്കണം. റെയിൻഫോൾ എപ്പോൾ ക്വസ്റ്റ്യൻ റെയിൻഫോൾ തന്നാലും ആ റെയിൻഫോളിൻ്റെ വാല്യൂ നമ്മൾ ഡെൽറ്റയിൽ നിന്ന് കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നെക്സ്റ്റ് 8,000 hectares ഓഫ് GCA of an irrigation project includes 20% of reserved forest, roads, etc. If the intensity of irrigation is 50%, the area to be irrigated is. So നമുക്കിവിടെ ഗ്രോസ് കമാൻഡഡ് ഏരിയ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 8,000 ആണ്. സോ GCA എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ, അതായത് ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറഞ്ഞാൽ 8,000 hectares ആണ് തന്നിട്ടുണ്ട്. സോ GCA = 8,000 hectares. ഇനി നമുക്ക് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ ആണ് വേണ്ടത്. അതെങ്ങനെ കിട്ടും? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20% എന്ന് പറയുന്നത് ഫോറസ്റ്റും റോഡും ഒക്കെയാണ്. അതായത് എന്താണ്, അത് ആ 20% അൺകൾട്ടിവേറ്റഡ് ഏരിയ ആണ്. സോ CCA എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രോസ് കമാൻഡഡ് ഏരിയയിൽ നിന്ന് അൺകൾച്ചറബിൾ അല്ല അൺകൾട്ടിവേറ്റഡ് ഏരിയ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, CCA കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് CCA എന്ന് പറയുന്നത് 80% എന്ന് എഴുതാം. 100 - 20 ചെയ്യുമ്പോൾ 80% കിട്ടും. സോ അതിനെ നമുക്ക് CCA എന്ന് പറയുന്നപ്പോൾ എങ്ങനെ എഴുതാം, പെർസെൻറ്റേജിനെ മാറ്റാൻ വേണ്ടി 80/100 × 8,000 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 6,400 hectares എന്ന് കിട്ടും. സോ ഇൻറ്റൻസിറ്റി = ഏരിയ ഇറിഗേറ്റഡ് ബൈ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ × 100 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ആ ഇക്വേഷൻ. സോ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം,
ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് 50% ആണ്. സോ ഇവിടെ നമുക്ക് 0.5 ഇൻറ്റു CCA ഈക്വൽ ടു ഏരിയ ഇറിഗേറ്റഡ്. ഇൻറ്റൻസിറ്റി 100 മാറ്റുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് മാറി 0.5 എന്ന് എഴുതാൻ പറ്റും. സോ 0.5 ഇൻറ്റു CCA ഈക്വൽ ടു ഏരിയ ഇറിഗേറ്റഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്, ഏരിയ ടു ബി ഇറിഗേറ്റഡ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഏരിയ ഇറിഗേറ്റഡ് ഇസ് ഈക്വൽ ടു CCA 6400/2. 0.5നെ നമുക്ക് 1/2 എന്ന് എഴുതാം. സോ 6400/2 ഈക്വൽ ടു 3200 ഹെക്ടേഴ്സ് എന്ന് കിട്ടും.